ആലപ്പുഴ ചേർത്തല തെക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി അടയ്ക്ക വാങ്ങിയതിൽ അഴിമതിയെന്ന ആരോപണം. 5 രൂപ നിരക്കിൽ ലഭിക്കുന്നത് അടയ്ക്ക വാർഡ് മെമ്പർ ഇടനിലക്കാരനായി നിന്ന് തൊഴിലാളികൾക്ക് നൽകിയത് 9 രൂപയ്ക്ക്. 3.5 ലക്ഷം അടയ്ക്കയാണ് ഇങ്ങനെ വാങ്ങി തൊഴിലാളികൾക്ക് വൻ നഷ്ടത്തിൽ വിറ്റത്. പലിശയെടുത്തും സ്വർണം പണയം വെച്ചും കൂലിത്തൊഴിലാളികൾ 15 ലക്ഷത്തോളം രൂപയാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നഷ്ടമായത്. പണി കിട്ടുമല്ലോ എന്ന് ഓർത്ത് നോക്കി പൈസ തിരിച്ചു കിട്ടിയാലെന്ന് പറഞ്ഞ് പൈസ തിരിച്ചു കിട്ടിയാലും നിങ്ങൾ വില എടുത്ത് മേടിച്ചോളണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് പണി കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ പൈസ ഉണ്ടാക്കി വായ്പ വഴിയൊക്കെ ആയിട്ട് മേടിച്ച് ഓരോരുത്തരോട് മേടിച്ചൊക്കെ കൊടുത്താണ്. അവസ്ഥ എന്താ? വീട്ടില് ഞങ്ങൾ അമ്മയും മകനും 2 പേരേ ഉള്ളു. കൂലിപ്പണിയാണ്. ഞാൻ പണിക്കൊന്നും പോലെ, ഞാൻ തൊഴിലുറപ്പിന് മാത്രമാണ് പോണം. മകൻ എന്തായാലും കൂലിപ്പണിക്ക് പോവും. അങ്ങനെയാണ് കഴിയണം. അർത്തുങ്കൽ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന പരാതി ഉന്നയിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ഒരു നഴ്സറിയിൽ 6400 തൈകൾ വീതമാണ് വെച്ചുപിടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ 3 മുതൽ 5 വരെ നഴ്സറികൾ 24 പഞ്ചായത്തുള്ള ഒരു വാർഡിൽ തന്നെയുണ്ട്. അടയ്ക്ക കൂട്ടത്തോടെ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് തൊഴിലാളികളെയും മേട്രനെയും സമീപിച്ചത് തൊട്ടടുത്ത വാർഡ് മെമ്പർ തന്നെയാണെന്ന് അവർ പറയുന്നു. ഇവരാണ് തങ്ങളെ വഞ്ചിച്ചതെന്ന് തൊഴിലാളികൾ ആരോപിക്കുന്നു. ഞങ്ങൾക്ക് പുറത്തൊരു സ്ഥലത്ത് നിന്ന് 4 രൂപയ്ക്കും 2 രൂപയ്ക്കും പാക്ക് കിട്ടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പാക്ക് അവിടെ നിന്ന് എടുത്തു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പാക്ക് നമ്മൾ 9 രൂപ വെച്ച് 4500 പാക്ക് പഞ്ചായത്തിൽ നിന്ന് എടുത്തത്. പക്ഷെ ഇത്രയും വില പാക്കിന് വരുമല്ലോ. പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേനും പഞ്ചായത്ത് ഇടപെട്ടിട്ടല്ല, മെമ്പർ 24-ാം വാർഡ് മെമ്പർ ബെൻസി പുള്ളിയുടെ കയ്യിലാണ് നമ്മൾ പൈസ കൊടുത്തത്. ഈ വാർഡില് അല്ല, നമ്മുടെ പഞ്ചായത്തിൽ എല്ലായിടത്തും പാക്ക് കൃഷി തന്നെയായിരുന്നു. എല്ലാവരും തന്നെ പഞ്ചായത്തിന്റെ ഇതിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. 31.50 ലക്ഷം രൂപയുടെ അടക്കയാണ് ഇവർ വാങ്ങി നൽകിയിട്ടുള്ളത്. സമീപ പഞ്ചായത്തുകൾ 6 രൂപയ്ക്കും തെക്ക് പഞ്ചായത്തിലെ തന്നെ ഒരു വാർഡിൽ തൊഴിലാളികൾ നേരിട്ടും അടക്ക വാങ്ങിയിട്ടുണ്ട്. ഇതോടെയാണ് അഴിമതി ആരോപണം ഉയർന്നത്. തൊഴിലാളികൾ അടക്ക വാങ്ങിയതിന്റെ ബിൽ ചോദിച്ചെങ്കിലും ആരോപണ വിധേയർ കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതേസമയം നാടൻ അടയ്ക്കാണ് 6 രൂപയെന്നും തങ്ങൾ വാങ്ങിയത് മംഗള ഇനത്തിൽപ്പെട്ട അടക്കയാണെന്നുമാണ് ആരോപണ വിധേയരുടെ വാദം. ആദ്യമായിട്ടാണ് തൊഴിലാളികൾ അവരുടെ പണം ഈ തൊഴിൽ മുടക്കി അവരുടെ കൃഷി ഇറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നിത്യേന ഈ കിട്ടുന്ന വരുമാനങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നത്. 50 ദിവസം മാത്രമേ ഈ 100 തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ 50 വരെ ഒക്കെ കിട്ടുക തന്നെ ഭാഗ്യമെന്നുള്ളതാണ് ഈ സ്ത്രീകൾ വ്യക്തമാക്കുന്നത്. അതിനും അപ്പുറം ഏറ്റവും സങ്കടകരം, ഇവർ ഈ പണം കണ്ടെത്തിയത് സ്വർണം പണയം വെച്ചും വായ്പ എടുത്തും ഒക്കെയാണ് ഈ പണം നൽകിയെന്നുള്ളതാണ്. അവിടെ അവരെ മുന്നിൽ നിന്ന് നയിക്കേണ്ട, അവർക്ക് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഈ ഒരു കാര്യം ചെയ്യാനായി സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നാണ് ഇത്രയധികം തുകയുടെ വ്യത്യാസത്തിൽ വലിയ നഷ്ടം ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വരുത്തിക്കൊണ്ട് അത് ആ കച്ചവടത്തിലേക്ക് പോയത് എന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഗുരുതരമായ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സഹായിക്കേണ്ടവർ തന്നെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു നടപടിയായി പോയി ചേർത്തല തെക്ക് പഞ്ചായത്തിൽ ഉണ്ടായതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.